ലച്ചു നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ? ഒന്നും പറയുന്നില്ല അച്ഛാ. മോളെ എന്തോ പേടി തട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലല്ലേ. ഞാൻ ആ നന്ദിതി ഒന്ന് വിളിക്കട്ടെ. ആരെയും വിളിക്കണ്ട. ഞാൻ ഇനി സ്കൂളിൽ പോണില്ല, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ എന്നെ കാണുമ്പോ ഫെയിന്റ് ചെയ്ത് വീഴാ, അറിയോ? ഫെയിന്റ് ചെയ്ത് വീഴാന്ന് വെച്ചാ തല കറങ്ങി വീഴുന്നു. ഓ, ഞാൻ നാളെ നിന്റെ കൂടെ വന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിക്കാം. എന്ത് തോന്നിയ വാസം കാണിക്കാന്ന് വെച്ചാ? സംസാരിച്ചോ, പക്ഷെ സംസാരിക്കുമ്പോ അയർലൻഡിൽ പോകാൻ പറ്റത്തിന് കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം. ഷട്ടിൽ അടിച്ചപ്പോ തലറങ്ങി വീണതിന് കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം. എല്ലാവർക്കും ഉണ്ട് അമ്മമാര്, എനിക്ക് മാത്രം പറയണ നല്ല വിശേഷമില്ല ഇതുവരെ. പ്രിൻസിപ്പളോട് അച്ഛന് സംസാരിക്കാം, പക്ഷെ ഫേസ്ബുക്കിലെ നിരുപമ ജോക്സിനെ പറ്റി ആരോടെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നേ? റെക്കോർഡ് നമ്പർ ഓഫ് ലൈക്സാ, തുറന്നു നോക്ക്. The birds of paradise are remarkable not only for their exceptional beauty, but ലച്ചു, most നീ ഇങ്ങ് വാ. otherworldly appearance. ഒരു ചെറിയ കളിയാക്കൽ കേട്ട ഉടനെ അങ്ങ് വാടിത്തളർന്ന് വീണേക്കുവോ ഇപ്പോഴത്തെ പിള്ളേര്. ഒരു റിയൽ പ്രശ്നം വന്നാൽ ഇവർക്ക് എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നത്? അതെങ്ങനെയാ, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്കല്ലേ? But as veritable living textbooks on adaptation and sexual selection. അവൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? എങ്ങനെ? ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. Discern something about him by minor variations. ഇതെന്ത് സാധനാന്നാ പറഞ്ഞത്? ഡെത്ത് ബൈ ചോക്ലേറ്റ്. ഡെത്തോ? ഐസ്ക്രീമിൽ വരെ വയലൻസ് ആയി. നമ്മുടെയൊക്കെ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ജോയ് ഐസ്ക്രീമാ. അതും വർഷത്തിലൊരിക്കൽ ആരെങ്കിലും മേടിച്ച് തന്നാ തന്നു. ദേ ഇത് കുറച്ച് എടുക്കട്ടോ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. യോ, എനിക്ക് വേണ്ട. അമ്മയ്ക്ക് മടക്കുമ്പോ നിർത്തിക്കോ, ബാക്കി ഞാൻ തട്ടിക്കോളാം. ഞാൻ അവിടെ ഇരിക്കുന്ന ഫിഷ് ടാങ്ക് കണ്ടിട്ട് വരാം. റിയലി ക്യൂട്ട്. സൂക്ഷിച്ച്. പാവം. ഞാൻ കാരണം രാജീവിനും ഓഫീസിൽ അത്യാവശ്യം കളിയാക്കൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോറി. ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുക. ഞങ്ങളെന്ന് വെച്ചാ? ഞാനും ലച്ചു. അവിടെ ചെന്ന് അവളൊരു ടെസ്റ്റ് എഴുതണം. പാസ്സായ 9th തന്നെ അഡ്മിഷൻ കിട്ടും. അതവൾ ക്ലിയർ ചെയ്യും. ഇവിടുത്തെ സ്കൂൾ റെക്കോർഡ്സ് ഇമ്പ്രസീവ് ആയതുകൊണ്ട് അക്കാഡമിക്കായിട്ട് തീരണമെന്നില്ല. ഒരു 2 bedroom അപ്പാർട്ട്മെന്റ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാ. തുടക്കത്തിൽ എനിക്ക് വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല. അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നുമില്ല. അതുകൊണ്ട് നിനക്കൊരു ജോലിയില്ല, നമുക്ക് 3 ആൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതും ശരിയല്ലല്ലോ. അങ്ങോട്ട് വരാനേ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, നിനക്കൊരു ജോലിയോ എനിക്കൊരു ബെറ്റർ പ്ലേസ്മെന്റോ കിട്ടുന്ന സമയത്ത്. ആ സമയം എന്താണെന്ന് പറയാൻ പറ്റുമോ രാജീവിന്? 1 വർഷം? 2 വർഷം? അതുവരെ ഞാൻ എന്ത് ചെയ്യണം? എന്നത്തെയും പോലെ രാവിലെ ഓഫീസിൽ പോവുക, തിരിച്ചു വരിക അല്ലേ? അത് മാത്രമാണോ നിമ്മി? ഇവിടെയും കാര്യങ്ങളില്ലേ? എന്ത് കാര്യമാണ് രാജീവ്? ഞാൻ നോക്കാൻ മാത്രം അച്ഛനും അമ്മയ്ക്കും ആരോഗ്യക്കുറവൊന്നുമില്ല. ഇപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവര് തന്നെയാ. അത് രാജീവിനും അറിയാം. എന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ലച്ചുവും രാജീവുമാ. നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. രാജീവിന്റെ സ്വപ്നമാണ്, എനിക്കറിയാം. അതിന് ഞാൻ തടസ്സം നിൽക്കില്ല. പക്ഷെ ലച്ചു കൊച്ചുകുട്ടിയാണ് രാജീവ്. അവക്ക് ഞാൻ വേണം. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് അവൾക്കുണ്ട്. അത് അവൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്.
പിന്നെ ഞാനും ഇല്ലേ അവിടെ. അവൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയേക്കാൾ ആവശ്യമുള്ള ചിലതുണ്ട്. ഒരമ്മയ്ക്ക് മാത്രം ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് അവക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ രാജീവ് മനസ്സിലാക്കണം. നിമി, നീ ആദ്യം സെന്റിമെന്റ്സ് മാറ്റി വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അമ്മയാണെന്നുള്ള സെന്റിമെന്റ്സ് ആണോ ഞാൻ മാറ്റിവെക്കേണ്ടത്? അത് മാറ്റിവെച്ചിട്ട് എനിക്ക് ഒന്നും സ്ട്രെയിറ്റ് ആയിട്ട് കാണണ്ട. അയർലൻഡിൽ ഒരു നമ്പർ 1 സ്കൂളും ഒരു ഇന്റർനാഷണൽ സിലബസും കാണണ്ട. ലച്ചുവിനെ എനിക്കിവിടെ വേണം രാജീവ്. ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുക അവള്. ഇനി വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് ചിലപ്പം അവളെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ വരാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഉറപ്പില്ല. അവൾ അവിടെയുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അതറിഞ്ഞിട്ടും ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന ബാക്കി എല്ലാവരെയും പോലെ ഇവിടുത്തെ ലൈഫിൽ അവൾ കുരുങ്ങി പോകുന്നുള്ള പേടി കൊണ്ടാണ്. അവിടെ എന്ത് കാര്യമാണെങ്കിലും സ്കൂളിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിലും അച്ഛനോട് പറയണം. അച്ഛൻ എത്ര തിരക്കാണെങ്കിലും. വേറെ സ്ഥലാ, വേറെ തരം കുട്ടികളാ. അവർ പറയുന്നതാ ശരിയെന്ന് വിചാരിക്കരുത്. അച്ഛൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. അടിയിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം. അച്ഛനും അമ്മയും നിനക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നത് പോലെ വേറെ ആരും വിചാരിക്കില്ല. വേറെ ആരും. എനിക്കറിയാം അമ്മ. വീട്ടിൽ ഞാൻ സ്കൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയാലോ, ആദ്യത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ അമ്മ യൂസ്ഡ് ആയിക്കോളും. എന്തേലും സംശയം ഉണ്ടേ സെബാസ്റ്റ്യൻ സാറോട് ചോദിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കണം. ഞാൻ അമ്മ അടുത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോവല്ല. ഞാൻ എൻ്റെ ഡ്രീംസിന്റെ പിന്നാലെ പോവാ. പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അമ്മ എന്നോട് വഴക്കിടുമ്പോ പറഞ്ഞ കുറെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വോണ്ട് മിസ് യു. ചെന്ന ഉടനെ വിളിക്കാം. താങ്ക് യു. ഞങ്ങളുടെ കാര്യം നോക്കണ്ട. അവളെ ഒരുപാട് നാൾ ഇവിടെ ഒറ്റയ്ക്കിടരുത്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല.